ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി മഷ്റൂം സൂപ്പാണ്. കൂണ്, കുമിള്, മഷ്റൂം എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ടല്ലോ. ഇതിന് അനേകം ഗുണങ്ങളുണ്ട്. ഇതിൽ ധാരാളം മിനറൽസ് അടങ്ങിയിരിക്കുന്നു. പൊട്ടാസ്യം, കോപ്പർ, അയൺ എന്നിവ ധാരാളം ഇതിലുണ്ട്. അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളതിനാൽ ഇത് ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കുന്നതിന് വളരെ സഹായകരമാണ്. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് കൂടാതെ ഇതിൻ്റെ ഉപയോഗം ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനാൽ ഡയബറ്റീസ് പേഷ്യൻറ്റിന് വളരെ അത്യുത്തമമാണ്. ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ക്യാൻസർ രോഗികൾക്കും ഇത് വളരെ പ്രയോജനമുള്ളതാണ്. അതുപോലെ വിറ്റാമിൻ ബിയും വിറ്റാമിൻ ഡിയും ഇതിൽ കൂടുതലുള്ളതിനാൽ ഇമ്മ്യൂൺ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യുന്നതിനും ഇത് സാധിക്കുന്നു. ആയതിനാൽ പനി, ചുമ, കഫം ഇതൊക്കെ കൺട്രോൾ ചെയ്യുവാനായിട്ട് ഇത് ഉപയോഗപ്പെടുന്നു. അതുകൂടാതെ വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ്. ഇത് വിറ്റാമിൻ ഡി കൂടുതലുള്ളതിനാൽ എല്ലുകളുടെ ബലത്തിനും ഇത് പ്രയോജനപ്പെടുന്നു. ഇത് ഈ കോവിഡ് സമയത്ത് ഡോക്ടർമാർ നമ്മളിവിടെ നിർദ്ദേശിക്കാറുണ്ടല്ലോ വിറ്റാമിൻ ഡി ധാരാളം കഴിക്കണമെന്ന്. അപ്പോൾ ക്രീമി മഷ്റൂം സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് 200 ഗ്രാം മഷ്റൂം, ഒരു വലിയ സവാള, 4-5 അല്ലി വെളുത്തുള്ളി, കുരുമുളക് 1 ടീസ്പൂൺ, ബട്ടർ 1 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഒരു ചെറിയ കഷ്ണം, ഫ്രഷ് ക്രീം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, മല്ലിയില ആവശ്യത്തിന്. നമുക്ക് മഷ്റൂം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ മഷ്റൂം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തതാണ്. ഇതിന് മണ്ണുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് എടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ചൂടായ പാനിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നമ്മുടെ ആവശ്യത്തിന് ഇടാം, നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇടാം. നമുക്ക് ഈ സമയത്ത് അസുഖമൊക്കെ ഉള്ള സമയത്തൊക്കെ ബട്ടറും നെയ്യുമാണ് നല്ലത്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. സവാള നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ ഒന്ന് വഴണ്ടുമ്പോൾ നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്നു. ഇനി നമുക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. ഞാൻ മഷ്റൂം മൊത്തം ഇടുന്നില്ല, ഞാനൊരു കുറച്ചൊന്ന് മാറ്റിയാണ് വെക്കുന്നത്. ഇത്രയും മാറ്റി വെക്കും. നമുക്ക് ലാസ്റ്റിലൊന്ന് ഗാർണിഷ് ചെയ്യാനാണ്. മഷ്റൂം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഷ്റൂം എളുപ്പം വേവുമല്ലോ. ഇതൊന്ന് വഴളുന്ന വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അല്പം കുരുമുളക് പൊടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ ഉള്ളിയുടെ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പിന്നീട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചു. ഇത് തുറന്ന് നോക്കാം. നമ്മുടെ മഷ്റൂം നല്ലപോലെ വഴണ്ട് വെന്തു. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പം നല്ലതുപോലെ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർത്ത് ഞാൻ നല്ലതുപോലെ ഇത് അരച്ചെടുത്തു. ചൂടായ പാനിലേക്ക് വീണ്ടും നമുക്ക് അല്പം ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ മഷ്റൂം ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് എടുക്കുന്നത്. മഷ്റൂം നല്ലതുപോലെ വഴണ്ടു. നമുക്ക് ഇതൊന്ന് മാറ്റാം. ഇത് നീ കോരിയെടുക്കാം. അരച്ച മഷ്റൂം നമുക്ക്
അതേ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ച് ഈ മിക്സിയുടെ ജാറ് കഴുകി നമുക്കതിലേക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് ഇതിനകത്ത് വെള്ളം ആഡ് ചെയ്യാം. ചൂടുവെള്ളമാണ് എപ്പോഴും ഒഴിക്കേണ്ടത്. ഇതിനകത്ത് നമുക്കിനി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. സൂപ്പ് നല്ലതുപോലെ തിളച്ചു. ഞാൻ ഈ കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തിക്നെസ് കുറവ് വേണമെങ്കിൽ തിക്നെസ് കുറവാക്കാം, ഇച്ചിരി കൂടെ വെള്ളം ഒഴിക്കാം. ഞാൻ എൻ്റെ പരുവത്തിനാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് സ്റ്റൗവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അത് അവനവൻ്റെ ഇഷ്ടം, എത്രമാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ട് അതിനനുസരിച്ച് ഉപയോഗിക്കുക. ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്ത് കുറച്ച് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂം നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പ് റെഡിയായി. നമുക്കിനി സൂപ്പ് ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സൂപ്പ് റെഡിയായി. ഇനി ഫൈനൽ ഗാർണിഷിങ് നമുക്ക് ചെയ്യാം. കണ്ടാൽ തന്നെ ഒന്ന് കുടിക്കാൻ തോന്നണമല്ലോ. നല്ല പോലെ നമുക്കത് ഗാർണിഷ് ചെയ്യാം. നമ്മളെടുത്ത് വെച്ച മഷ്റൂം ഇതിൻ്റെ മുകളിലേക്ക് എടുക്കാം. ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ഞാൻ ഇഞ്ചി അരിഞ്ഞത് ഇങ്ങനെ ജൂലിയൻസ് അരിഞ്ഞതാണ്. അത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കാരണം ഈ പച്ച ഇഞ്ചി ഇടയ്ക്കൊന്ന് കടിക്കുന്നത് ആ ചൂടോടെ ആ മഷ്റൂമിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയുമാണ്, ഗുണവുമാണ്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചിയാണ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രുചിയാണ്. അത് ആ ക്രീമായിട്ട് നമ്മുടെ നാവിലോട്ട് ചെല്ലുമ്പോൾ ആ മഷ്റൂമിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ നല്ല ടേസ്റ്റ്, നല്ല ചൂടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.